ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ സെമി ഫൈനൽ ലൈനപ്പുകളെല്ലാം ലോകകപ്പിൻ്റെ തീരുമാനമായി. ഫ്രാൻസ് സ്പെയിനെ നേരിടുമെന്ന് നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. ഇന്ന് പുലർച്ചെ നടന്ന 2 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് നോർവേയെയും തോൽപ്പിച്ചു 1-2 ഗോളുകൾക്ക്. അർജൻറ്റീന സ്വിറ്റ്സർലൻഡിനെ 1-3 ഗോളുകൾക്ക് മറികടക്കുകയും ചെയ്തു. അങ്ങനെ അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ സെമി ഫൈനൽ പോരാട്ടം വരുന്നു. അതൊരു ക്ലാസിക് പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഫോം ഗൈഡിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2 ടീമും തുല്യമായിട്ടാണ് വരുന്നത്. എല്ലാ അർത്ഥത്തിലും 2 ഹെവി വെയ്റ്റ് ടീമുകളാണ് ഇംഗ്ലണ്ടും അർജൻറ്റീനയും. അതുകൊണ്ട് തന്നെ സെമി ഫൈനലിൻ്റെ എല്ലാ വീറും വാശിയും പോരാട്ട വീര്യവും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു മത്സരമായിരിക്കും അർജൻറ്റീന ഇംഗ്ലണ്ട് എന്നതിൽ തർക്കമില്ല. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം അർജൻറ്റീനയ്ക്ക് മെസ്സിയും അൽവാരസും ലൗട്ടാറോ മാർട്ടിനസും ഉണ്ടെങ്കിൽ ഇംഗ്ലണ്ടിന് ഏറ്റവും ഫോമിലുള്ള ഹാരി കെയ്ൻ, അവരുടെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം പോലുള്ള മുൻനിര താരങ്ങളുണ്ട് മുന്നേറ്റത്തിൽ. അതേസമയം ഡക്കാൻ റൈസിനെ പോലുള്ള താരങ്ങൾ, ബുക്കായോ സാക്കോയെ പോലുള്ള താരങ്ങൾ പ്ലേ മേക്കിങ്ങിലുണ്ട്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഡീപോളും എൻസോ ഫെർണാണ്ടസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്ലേ മേക്കിങ്ങിൽ. അപ്പോൾ തുല്യ ശക്തികളുടെ പോരാട്ടമാണ്. ഇപ്പോൾ ഗോളികളുടെ കാര്യം എടുത്താൽ തന്നെ എമിലിയാനോ മാർട്ടിനസ് അർജൻറ്റീനയ്ക്ക് വേണ്ടി ഗോൾ വല കാക്കുമ്പോൾ പിക്ഫോർഡ് ഗംഭീര ഫോമിലാണ് ഇംഗ്ലണ്ടിൻ്റെ. അപ്പോൾ ഗോളികളിൽ പോലും ഒരു വേറിട്ടില്ല, എല്ലാം തുല്യ നിലയിലുള്ള, അത് ഡിഫൻസിലായാലും മിഡ്ഫീൽഡിലായാലും അറ്റാക്കിങ്ങിലായാലും പിന്നെ തുല്യ നിലയിലുള്ള തുല്യ ശക്തികളായ ടീമുകളാണ് ഇരു ടീമുകളും. അതുകൊണ്ട് തന്നെ അതൊരു അത്യുഗ്രൻ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇംഗ്ലണ്ടും അർജൻറ്റീനയും 24 വർഷത്തിന് ശേഷമാണ് ലോകകപ്പുകളിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സൂപ്പർ ക്ലാഷ് ആയിരിക്കും, ഒരു ഹെവി വെയ്റ്റ് മാച്ചായിരിക്കും, ക്ലാഷ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എന്തായാലും ജൂലൈ 16-നാണ് ആ മത്സരം നടക്കുക. അർജൻറ്റീന ഇംഗ്ലണ്ടിനെ സെമി ഫൈനലിൽ നേരിടും. ഇംഗ്ലണ്ട് 1966 ശേഷം ആദ്യമായി ഫൈനലിൽ എത്തുമോ, അതോ അർജൻറ്റീന തുടർച്ചയായി 2ാമത്തെ ലോകകപ്പ് ഫൈനലിലേക്ക് പോകുമോ എന്ന് ജൂലൈ 16 അറിയാം.